عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 52ാമത് ക്ലാസ്സിലാണ് നമ്മൾ ഇന്നുള്ളത്. 93ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് പഠിച്ചു തുടങ്ങുവാനുള്ളത്. അതിനിടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ച 92ാമത്തെ ആയത്ത് പൂർത്തീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ 92ാമത്തെ ആയത്തിലൂടെ തുടങ്ങാം. ഏതായാലൊന്ന് ഓതി നോക്കാം. 93ാമത്തെ ആയത്ത് ഒന്ന് ഓതുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن أظلم ممن افترى على الله كذبا أو قال أوحي إلي ولم يوحى إليه شيء ومن قال سأنزل مثل ما أنزل الله ولو ترى إذ الظالمون في غمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. ഈ ആയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ ഓതിയ ആയത്തിന്റെ അവസാന ഭാഗം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. وهذا كتاب أنزلناه مبارك مصدق الذي بين يديه ولتنذر أم القرى ومن حولها. അത്രയും നമ്മൾ സംസാരിച്ച ഭാഗമാണ്. ഇതാ നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ബർക്കത്തുള്ള ഒരു വേദഗ്രന്ഥം. അതിന്റെ മുമ്പുള്ള വേദത്തെ ശരിവെക്കുന്നതത്രേ അത്. മാതൃനഗരി അഥവാ മക്കയിലും അതിന്റെ ചുറ്റുഭാഗത്തുമുള്ളവർക്ക് നീ താക്കീത് നൽകുവാൻ വേണ്ടി ഉള്ളതുമാണ് അത്. വിശുദ്ധ വേദഗ്രന്ഥത്തെ സംബന്ധിച്ച്, ഖുർആനിനെ സംബന്ധിച്ചാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിന്റെ ബാക്കി ഭാഗമാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. والذين يؤمنون بالآخرة يؤمنون به وهم على صلاتهم يحافظون. والذين يؤمنون بالآخرة يؤمنون به وهم على صلاتهم يحافظون. പരലോകത്തിൽ വിശ്വസിക്കുന്നവർ ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നതാണ്. പരലോകത്തിൽ ആർക്കൊക്കെ വിശ്വാസമുണ്ടോ അവർക്കൊക്കെ ഈ വേദഗ്രന്ഥത്തിലും വിശ്വാസമുണ്ട്. ജൂത ക്രിസ്ത്യാനികളും അതേപോലെ മുശ്രിക്കുകളായ ആളുകളുമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, വിശ്വസിക്കുന്ന ആളുകൾ, പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവർ ഈ വേദഗ്രന്ഥത്തിലും വിശ്വസിക്കേണ്ടവരാണ്. വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. അതേപോലെ അവർ തങ്ങളുടെ നമസ്കാരങ്ങൾ മുറപ്രകാരം സൂക്ഷിച്ചു പോരുന്നതുമാണ്. സ്വലാത്തുൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രാർത്ഥന എന്നാണ്. അങ്ങനെയും അർത്ഥം പറയാം. അവർ അവരുടെ പ്രാർത്ഥനകളിൽ കൃത്യമായി മുറപ്രകാരം സൂക്ഷിച്ചു പോരുന്നവരാണ് എന്നും അതിന് അർത്ഥം പറയാവുന്നതാണ്. പരിശോധിച്ചു നോക്കാം. ഇവിടെ വിശുദ്ധ വേദഗ്രന്ഥത്തെ സംബന്ധിച്ച്, പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു. ഒന്ന് എന്തായിരുന്നു? ഓർമ്മണ്ട്, ഇത് നന്മ നിറഞ്ഞൊരു ഗ്രന്ഥമാണ്.
ഇത് നേരത്തെ വന്ന വേദഗ്രന്ഥങ്ങളെയൊക്കെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഇത് മക്കയിലും അതിന്റെ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾക്കൊക്കെ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ഗ്രന്ഥമാണ്. ഇനി അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ ഈ വിശുദ്ധ വേദഗ്രന്ഥം എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച വേദഗ്രന്ഥം അള്ളാഹുവിന്റെ വാക്യമാണ് എന്നതിന്റെ തെളിവായിട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഇത് പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാനുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾ വിശ്വസിക്കുന്നതാണ്. ഈ ഐഹിക ജീവിതത്തിന്റെ ഇടുങ്ങിയ 4 അതിരുകൾക്കപ്പുറത്തേക്ക് നോക്കുന്ന ആളുകൾ, പടച്ചവനുള്ള ഭക്തി കൊണ്ട് മറ്റു മനുഷ്യർക്കിടയിൽ വേർതിരിഞ്ഞ് കാണുമാറ് സജീവിതത്തിൽ പ്രകടമായ പരിവർത്തനം വന്നിട്ടുള്ളവരുമായ സജ്ജനങ്ങളാണ് ഈ ഗ്രന്ഥത്തിന്റെ ആഹ്വാനം സ്വീകരിച്ച് അതിലാകൃഷ്ടരായി സംഘടിച്ചിരിക്കുന്നത്, ഇതിന്റെ കൂടെ കൂടിയിരിക്കുന്നത് എന്നാണ് ചില വ്യാഖ്യാതാക്കൾ എഴുതിയിട്ടുള്ളത്. എന്താ പറഞ്ഞത്? ഈ ഐഹിക ജീവിതത്തിന്റെ നശ്വരമായ ചില കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകാനുള്ള ഈ നശ്വരമായ ജീവിതത്തിന്റെ 4 അതിരുകൾക്ക് അപ്പുറത്തേക്ക് നോക്കുന്നവർ, ഈ ഐഹിക ജീവിതം കഴിഞ്ഞാലും വളരെ വിശാലമായ ഒരു ജീവിതം വരാനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് ഈ ഗ്രന്ഥത്തിന്റെ പിന്നാലെ കൂടിയിട്ടുള്ള ആളുകൾ. നിസ്സാരന്മാരല്ല എന്ന് പഠിപ്പിക്കുക. കാരണം എന്താണ്? ഇവിടെ കഴിഞ്ഞ ഈ വാക്യത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിന്റെ മുന്നേ വന്നിട്ടുള്ളത് ഉമ്മുൽ ഖുറയെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. മാതൃനഗരിയെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ മാതൃനഗരിയും ഈ പരലോക വിശ്വാസവുമായിട്ടുള്ള ബന്ധം എന്താണ്? നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും എന്താണ് കാരണം. നമ്മളെല്ലാവരും പരലോകത്തേക്ക് പോകുന്ന ഒരു ദിവസമുണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലാതെ, എല്ലാവരും പരലോകത്തേക്ക് പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലാതെ ഖുർആനിന്റെ അധ്യാപനങ്ങളൊന്നും എടുത്ത് നടപ്പിലാക്കാൻ പോകുന്നില്ല. പരലോകത്തിൽ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങളെ ശ്രദ്ധിക്കൂല, നിങ്ങളെ അനുസരിക്കുകയില്ല. പ്രവാചകരെ, നിങ്ങൾ അവരോട് പവിത്രത പാലിക്കാൻ കൽപ്പിച്ചാൽ ഈ ഗ്രന്ഥത്തിന്റെ പവിത്രത അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാലും അവരതിനൊന്നും കീഴ്പ്പെടാൻ പോകുന്നില്ല. കാരണം അവൻ പ്രതിഫലം ആഗ്രഹിക്കാത്തവനാണ്, ശിക്ഷ ഭയപ്പെടാത്തവനാണ്. അവന്റെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുമ്പോ, അവൻ മോഷണം ചെയ്യുമ്പോ, അല്ലെങ്കിൽ അവൻ അഹങ്കരിക്കുമ്പോ, അവൻ മറ്റേതെങ്കിലും പാപങ്ങളൊക്കെ ചെയ്യുമ്പോ അവനതൊന്നും നിർത്താനും അവസാനിപ്പിക്കാനും പോകുന്നില്ല. കാരണം എന്താ? ഈ ജീവിതത്തിന് ശേഷം, ഇവിടെയുള്ള ജീവിതം കഴിഞ്ഞ് അവന്റെ മരണം സംഭവിച്ചതിന് ശേഷം വീണ്ടും ഒരു ലോകമുണ്ട് എന്ന കാര്യം ഭയപ്പെടാത്ത ആളുകളാണ്. ഈ ഉമ്മുൽ ഖുറയിൽ തന്നെ, മക്ക നഗരിയിൽ തന്നെ ജീവിക്കുന്ന പല ആളുകളും തന്നെ എന്താ അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, അവർക്ക് പരലോകത്തിൽ വിശ്വാസമില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മണ്ണോട് ചേർന്നു പോകുന്ന മനുഷ്യന്റെ ശരീരം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. മറിച്ച് അത് വീണ്ടും ജീവിപ്പിക്കപ്പെടുമെന്ന്, പുനർജീവിതം ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഖുർആൻ കൊണ്ട് ഒരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ പരലോകത്തിലും വിശ്വാസമുള്ള ആളുകളാണെന്നാണ്. ആ പ്രത്യക്ഷത്തിൽ പരലോക വിശ്വാസമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാനുള്ള നമ്മുടെ പ്രചോദനം. എന്തിനാണ് നമ്മുടെ പ്രവാചകനെ വിശ്വസിച്ചത്? നമുക്ക് പരലോകത്തിൽ വിശ്വാസമുണ്ട്. ആ പരലോകത്തിൽ രക്ഷാശിക്ഷകളുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വിശുദ്ധ വേദഗ്രന്ഥത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ നോക്കുന്നത് എന്നാണ്. പരലോകത്തിൽ വിശ്വസിക്കുന്നവർ പ്രതിഫലത്തിലും ശിക്ഷയിലുമൊക്കെ വിശ്വസിക്കുന്നവരാണ്. അത്തരം ആളുകൾ തൗഹീദും നുബുവത്തും മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. കുഫാർ മക്കൾക്ക് ഉയർത്തെഴുന്നേൽപ്പിലും അന്ത്യദിനത്തിലും വിശ്വാസമില്ലായിരുന്നു. മക്കയിലെ കുഫാറുകൾക്ക് ഉയർത്തെഴുന്നേൽപ്പും അന്ത്യദിനവും അതിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകളായതുകൊണ്ടാണ് അവർ പ്രവാചകനിൽ വിശ്വസിക്കാതിരുന്നത്. അപ്പൊ നമുക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി. എന്തുകൊണ്ട്
ഈ ആളുകൾ പ്രവാചകനെയും പരിശുദ്ധ ഖുർആനെയും തള്ളിപ്പറയുന്നു? അതിന്റെ കാരണം, മുഖ്യ കാരണം അവർക്ക് പരലോകത്തിൽ വിശ്വാസമില്ല എന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മളും ഏത് കാര്യവും ശരിയാകാൻ അതിന് ഏറ്റവും ഉപോത്ബലകമായിട്ടുള്ളത്, അടിസ്ഥാനപരമായും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, നമ്മുടെ ജീവിതത്തിന് ശേഷം വേറൊരു ജീവിതമുണ്ട്, അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത്, അവിടെ രക്ഷയും ശിക്ഷയും ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ബോധ്യപ്പെടേണ്ടത് എന്നാണ് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഈ ആയത്തിന്റെ അവസാന ഭാഗത്തുള്ളത് ശ്രദ്ധിച്ചു നോക്കുക. എന്താ? വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. വഹും അവർ, അലാ സ്വലാത്തിഹിം അവരുടെ നമസ്കാരങ്ങളിൽ, യുഹാഫിളൂൻ അത് മുറപ്രകാരം ശ്രദ്ധിച്ച് സൂക്ഷിച്ചു പോരുന്ന ആളുകളുമാണ്. അപ്പോ എവിടെ നിന്നാ വന്നത്? ഈ വേദഗ്രന്ഥം എന്ന് പറയുന്നത് ബർക്കത്തുള്ളൊരു ഗ്രന്ഥമാണ്. കഴിഞ്ഞ കാലക്കാർക്ക് അവതരിച്ച വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് ഇത്. മക്കക്കാർക്കും അതിന് ചുറ്റുമുള്ള ആളുകൾക്കും എല്ലാവർക്കും തന്നെ മുന്നറിയിപ്പ് നൽകാനുള്ള ഗ്രന്ഥമാണ്. അതോടൊപ്പം തന്നെ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് എന്ന് പറഞ്ഞതിനു ശേഷം പിന്നീട് നമ്മൾ കടന്നു വരുന്നത്, ഈ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവനെ ആരാധിക്കാൻ, ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ നമസ്കാരം, ആ നമസ്കാരത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ കൃത്യമായി മുറപ്രകാരം ഹാഫിലീൻ എന്നാണ്, യുഹാഫിലൂൻ എന്നാണ്, കൃത്യമായിട്ട് അതിന് മുറപ്രകാരം സൂക്ഷിച്ചു പോരുന്ന ആളുകളുമാണ് എന്നാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. നമസ്കാരം മതത്തിന്റെ നെടുന്തൂണാണ്, അല്ലേ? അത് നിലനിർത്തുന്നവർ മതം നിലനിർത്തുന്നവരാണ്. നമസ്കാരം നിലനിർത്തുന്ന ആളുകളാണ് മതം നിലനിർത്തുന്നത്. ആളുകൾ പലരും തന്നെ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നു. കാരണം എന്താ? അവർക്ക് അള്ളാഹുവിനുള്ള, പരലോകത്തിലുള്ള വിശ്വാസം വേണ്ടത്ര വന്നിട്ടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അള്ളാഹുവിനോട് അവർ അനുസരണക്കേട് കാണിക്കുന്നത്. മുസ്ലിങ്ങളായ പലരും തന്നെ, വിശ്വാസികളാണെന്ന് പറയുന്ന ആളുകൾ തന്നെ കളിക്കാൻ വേണമെങ്കിൽ എത്ര സമയം വേണമെങ്കിലും അവർ ഉപയോഗിക്കും. മണിക്കൂറുകളോളം അവർ കളിക്കളത്തിലിറങ്ങി കളിക്കുന്നവരാണ്. അവരുടെ ജോലിയിൽ ഒക്കെ വേണമെങ്കിൽ അതിൽ ഉപേക്ഷ വരുത്തുന്ന ആളുകളാണ്. പക്ഷെ ഇവിടെ നമസ്കാരത്തിന്റെ കാര്യം വരുമ്പോ അവർ പല കാരണങ്ങൾ പറയുന്നു. എനിക്ക് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധ്യമല്ല, എന്റെ കളി ഒഴിവാക്കാൻ സാധ്യമല്ല. ഒരു ഡോക്ടറാണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ പറഞ്ഞേക്കാം, ഞാൻ രോഗിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാനിത് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചാൽ ഒരുപാട് നഷ്ടങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞേക്കാം. ഒരു തൊഴിലാളി അദ്ദേഹം ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോ ഒരു 5 മിനിറ്റ് സമയം ആ ഫാക്ടറി നിർത്തിവെക്കുന്നത് ഒരുപാട് നഷ്ടമുണ്ടാകും. അതുകൊണ്ട് ഞാൻ നമസ്കാരത്തിന് വേണ്ടി പോകുന്നില്ല, ളുഹർ നമസ്കരിക്കുന്നില്ല എന്നൊക്കെ പലപ്പോഴും അങ്ങനെ പറയുന്ന ആളുകളായിരിക്കും. അവർ തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്, കളിക്കളത്തിലാണെങ്കിൽ അതേപോലെ വിനോദത്തിലാണെങ്കിലൊക്കെ എത്ര സമയം വേണമെങ്കിലും മറ്റെല്ലാ സംഗതികളും മാറ്റിവെച്ചുകൊണ്ട് അതിലേക്ക് ഇറങ്ങാൻ അവർ തയ്യാറാണ്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സംസാരിച്ച പരലോകത്തിൽ ആഖിറത്തിലുള്ള വിശ്വാസം അവർക്ക് ഉറച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെയാണ് സഹോദരിമാരെ, സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് നഷ്ടപ്പെടുന്നുവെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന ഒരു വിഷയത്തിലേക്കാണ്, അല്ലെങ്കിൽ നമുക്ക് വിജയം തരുന്ന ഒരു വിഷയത്തിലേക്കാണ് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത്. ഹയ്യ അലസ്സലാത്ത്, ഹയ്യ അലൽ ഫലാഹ് എന്ന് വിളിച്ചാൽ വിജയത്തിലേക്ക് വരൂ, നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ വിജയമാണ്. അസ്സലാത്ത്, നമസ്കാരം എന്ന് പറയുന്നത് അൽ ഫലാഹ്, വിജയമാണ് എന്ന് മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് സാധിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഷഹാദത്ത് ഒരിക്കൽ മാത്രം പറഞ്ഞാൽ മതി, അധികം സമയമൊന്നും വേണ്ട. നമസ്കാരത്തിന് നമ്മൾ 2, 3 അല്ലെങ്കിൽ 5 മിനിറ്റ് മാത്രം എടുത്താൽ മതി. നമ്മുടെ വിളവെടുക്കുന്ന സമയം മാത്രമാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പണത്തിന് നമ്മൾ സക്കാത്ത് കൂട്ടിക്കൊടുക്കുന്നത്. അതിനൊന്നും അധിക സമയം ആവശ്യമില്ല. നോമ്പ് നമുക്ക് നിർബന്ധമായും കടന്നു വരുന്നത്
വർഷത്തിൽ ഒരു മാസം മാത്രമാണ്, 11 മാസവും നമ്മൾ ഫ്രീ ആണ്. നമുക്ക് ആയുസ്സിലൊരിക്കൽ അതും കഴിയുമെങ്കിൽ മാത്രം, സമ്പത്തുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. അതും ഏതാനും ദിവസങ്ങൾ മാത്രം, 3, 5, 4, 5 ദിവസങ്ങൾ മാത്രം എടുക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ വളരെ കുറഞ്ഞ സമയം മാത്രമേ ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുള്ളൂ. ഒന്നുകൂടെ സൂചിപ്പിച്ചാൽ, ഷഹാദത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പറഞ്ഞാൽ മുസ്ലിമാണ്. നമസ്കാരത്തിന് വേണ്ടി കുറഞ്ഞ സമയം 4, 5 മിനിറ്റ് സമയം മാത്രമാണ് ഒരു നമസ്കാരത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. സക്കാത്തും നമ്മൾ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ വിളവെടുപ്പിന്റെ ദിവസത്തിൽ മാത്രമാണ് സക്കാത്ത് കൊടുക്കുന്നത്. നോമ്പ് വർഷത്തിൽ ഒരു മാസം മാത്രമാണ് കടന്നു വരുന്നത്. ഹജ്ജ് എന്നുള്ളത് ആയുസ്സിൽ ഒരിക്കൽ മാത്രമാണ് അങ്ങനെ കടന്നു വരുന്നത്. അങ്ങനെ മാത്രം മതിയോ നമുക്ക് നമ്മുടെ ആരാധനാകർമ്മങ്ങൾ? ആ ആരാധനാകർമ്മങ്ങളെ കുറെ കൂടെ ശ്രദ്ധയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടതില്ലേ? അപ്പൊ നമ്മള് ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ അത് നിർവഹിക്കാൻ എടുക്കുന്ന സമയം വളരെ കുറവാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമസ്കാരം ദിവസം 5 തവണ നിർവഹിക്കുന്നു. പക്ഷെ നമ്മുടെ ആ നമസ്കാരത്തോടൊപ്പം ചെയ്യുന്ന ഒരുപാട് നന്മ നിറഞ്ഞ കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ നമുക്ക് മുതൽക്കൂട്ടായി മാറുന്നത്. നമസ്കാരത്തിന്റെ സൂക്ഷ്മത എന്ന് പറയുമ്പോ അവിടങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ട സൂക്ഷ്മതയെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ നമസ്കരിക്കാൻ പോകുമ്പോൾ നമ്മൾ ശുദ്ധി വരുത്തുന്നു, വുളു ചെയ്യുന്നു. വുളു ചെയ്യുമ്പോ അത് കൃത്യമാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. നമ്മുടെ അവയവങ്ങൾ ഓരോന്നും കഴുകുമ്പോ അത് കൃത്യമായി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ശുദ്ധി വരുത്തുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. ആ വുളു കഴിഞ്ഞതിന് ശേഷമുള്ള പ്രാർത്ഥനകൾ, ആ വുളു കഴിഞ്ഞതിന് ശേഷം നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്, നമസ്കാരത്തിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാലല്ല അവിടെ ചെല്ലുന്ന ദിക്റുകളും ദുആകളുമൊക്കെ കൃത്യമാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. നമസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള പ്രാർത്ഥനകളിലും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പൊ നമ്മുടെ മൊത്തത്തിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമസ്കാരത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ ജീവിതം മുഴുവനും ഈ നിലക്ക് ശുദ്ധി പാലിച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകുന്നു എന്നാണ് നമസ്കാരത്തിന്റെ പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുകൊണ്ടാണ് നമസ്കാരം ഇസ്ലാമിന്റെ ഏറ്റവും ആധികാരികമായ ഒരു സ്തംഭമായി, ഒരു തൂണായി, 5 തൂണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, പരലോകത്ത് വന്നാൽ ആദ്യമായി വിചാരണക്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമായി ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമസ്കാരത്തിനുള്ള ബാങ്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്നിടത്ത് നിന്ന് ഒരാൾ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു. അപ്പോഴാണ് നമ്മൾ കുറെ ആൾക്കാർ ഇരുന്നതിൽ ഇയാളും മുസ്ലിമായിരുന്നു, അവരും മുസ്ലിമായിരുന്നു, അവളും മുസ്ലിമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറെ ആളുകൾ ഒന്നിച്ചിരിക്കുമ്പോ അവിടെ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ കുറച്ചാളുകൾ എഴുന്നേറ്റ് പോകുമ്പോ അവിടെ നമ്മൾ തിരിച്ചറിയുക ഇവരൊക്കെ മുസ്ലിങ്ങളായിരുന്നു എന്നത്. അപ്പൊ നമുക്ക് നമസ്കാരം നൽകുന്ന മറ്റു ചില ഗുണങ്ങളാണിത്. നമ്മളെ തന്നെ തിരിച്ചറിയാൻ, നമ്മുടെ സൊസൈറ്റിയെ തിരിച്ചറിയാൻ നമുക്ക് ഈ ബാങ്കും അതിനോടനുബന്ധിച്ചുള്ള ഓരോ സമയങ്ങളിലും ചെയ്യുന്ന ഈ ആരാധനാകർമ്മവും അതിനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന സന്തോഷകരമായ ഒരു കാര്യം കൂടെയാണ് ഇവിടെ പങ്കുവെക്കാനുള്ളത്. അപ്പൊ ഇവിടെ മുസ്ലിമും അമുസ്ലിമും തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു കാര്യമാണ് നമസ്കാരം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവല്ലോ. അത് ഇവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്താണ്, ഒരു ഓഫീസിലാണ്, എവിടെയോ ഒന്ന് അപേക്ഷ കൊടുക്കാൻ ചെന്നതാണ്. കുറെ ആളുകൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. ളുഹർ ബാങ്ക് കൊടുക്കുമ്പോ കുറെ ആളുകൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നമസ്കരിക്കാൻ പോകുന്നുവെങ്കിൽ ആ കൂട്ടത്തിൽ ആരൊക്കെയാണ് മുസ്ലിം എന്ന് തിരിച്ചറിയാൻ നമുക്ക് ആ സന്ദർഭത്തിൽ സാധ്യമാകുന്നു എന്നതും കൂടെ ഇതിന്റെ ഒരു വല്ലാത്തൊരു ഫലമായി നമ്മൾ കാണേണ്ടതാണ് എന്നാ സൂചിപ്പിച്ചത്. ഇനി നോക്കൂ, നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ തറക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫറ. ഈ നമസ്കാരം ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കുന്നുവെങ്കിൽ അവൻ കഫറ, അവൻ കാഫിറായിരിക്കുന്നു എന്ന്. മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരമാണ് എന്ന് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തി
ഈ നമസ്കാരം ആരെങ്കിലും ഒഴിവാക്കുന്നവനാണെങ്കിൽ, തീരെ നമസ്കരിക്കാത്തവനാണെങ്കിൽ അവൻ ഫഖദ് കഫറ, അവൻ കാഫിറായിരിക്കുന്നു എന്ന് കൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരാളുടെ നിർബന്ധമായ ഒരു കടമ എന്നുള്ള നിലക്ക് ഈ ആയത്തിൽ പ്രത്യേകമായി പഠിപ്പിച്ച നമസ്കാരം എന്നതിനെ സംബന്ധിച്ചുള്ള അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. യുഹാഫിലൂൻ, അതിൽ കൃത്യമായി സൂക്ഷിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് എന്ന്. എന്തുകൊണ്ടാണ് ഈ നമസ്കാരം ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നത്? തൽ മുസ്ലിം ഫി അസ്നാഇ സ്വലാത്തി യഖൂൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒരാൾ നമസ്കരിക്കുന്നതിനിടയിൽ ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നുണ്ട്, ഇല്ലേ? വൽ മുസ്ലിമു യസൂമു ഫി അസ്നാഇ സ്വലാത്തി. പണ്ഡിതന്മാർ പറയാണ്, ഒരാള് നമസ്കരിക്കുന്നതിനിടയിൽ നോമ്പ് നോൽക്കുന്നുണ്ട്. എന്താ നോമ്പ് നോൽക്കുന്നത് എന്ന് പറഞ്ഞാല് അയാളുടെ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അതേപോലെ ഒരുപാട് വികാരങ്ങൾ അടക്കി നിർത്തേണ്ടതാണ്, അക്കിലും ഷുർബും പാടില്ല, ഷഹ്വത്ത് പാടില്ല എന്നൊക്കെ, അതേപോലെ ഹറക്കത്ത് പാടില്ല, നടക്കാനും അനക്കാനും ഒന്നും പാടില്ല, ശാന്തമായി നിൽക്കണം എന്ന് പറയുമ്പോ ഒരുതരം നോമ്പ് തന്നെയല്ലേ ആ നമസ്കാരത്തിൽ അയാൾ നിർവഹിക്കുന്നത് എന്ന് പറയാം. ഒഫിസലാത്തി സക്കാത്തും, നമസ്കാരത്തിന് സക്കാത്തും ഉണ്ട്. ആ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കലാണ്, ഒരാളുടെ സമ്പത്ത് ശുദ്ധീകരിക്കുന്നതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമസ്കാരത്തിൽ അടിസ്ഥാനപരമായി ചെയ്യുന്നത് സ്വന്തത്തെ, ആത്മാവിനെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ശരീരം ശുദ്ധീകരിക്കുന്നു, മനസ്സ് ശുദ്ധീകരിക്കുന്നു, അതേപോലെ പാപങ്ങളിൽ നിന്ന് ശുദ്ധനായിത്തീരുന്നു. ആ നിലക്ക് സക്കാത്ത് എന്ന പദത്തിന്റെ സാക്ഷാൽ അർത്ഥവും ഈ നമസ്കാരത്തിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നാണ്. അതേപോലെ നീ നമസ്കാരത്തിലാകുമ്പോ കഅബയിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ഹാജിമാർ, അതേപോലെ ഉംറ ചെയ്യുന്ന ആളുകളൊക്കെ കഅബയെ ലക്ഷ്യമാക്കിയാണല്ലോ പോകുന്നത്. അതേപോലെ നീയും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ഭവനത്തിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ആ നിലക്ക് അതിന്റെ പ്രാധാന്യമുണ്ട്. ഇദൻ വഫിസ്സലാത്തി കുല്ലു അർക്കാനിൽ ഇസ്ലാം മുജ്തമിഅ. അപ്പോ നമസ്കാരത്തിലുള്ള ഈ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ പരിശോധിച്ചാൽ ഇസ്ലാം കാര്യങ്ങൾ പൂർണ്ണമായി അടങ്ങിയിട്ടുള്ള ഒരു ആരാധനാ കർമ്മമാണ്. നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നുണ്ട്. നോമ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്? അതിലുള്ള പല കാര്യങ്ങളും ഇതിലുണ്ട്. അതേപോലെ സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ലക്ഷ്യമാക്കുന്നത്? ആ കാര്യം നമസ്കാരത്തിലുണ്ട്. നമ്മൾ ഹജ്ജിന് പോകുമ്പോ മക്കയിലേക്കാണ്, കഅബയിലേക്കാണ് തിരിയുന്നത്. ആ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഒരാൾ നമസ്കാരം നിർവഹിക്കുന്നത്. അങ്ങനെ ഏത് നിലക്ക് നോക്കിയാലും അർക്കാനുസ്സലാത്ത് മുഴുവനായി എടുത്തുപയോഗിക്കുന്ന ഒരു കർമ്മം എന്നുള്ള നിലക്കാണ് ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് ഈ ഒരു സംഗതിയെ വിശദീകരിച്ചിരിക്കുന്നത് എന്ന്. അതും കൂടെ അതുകൊണ്ട് അവസാനിച്ചില്ല. നമസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യത പുലർത്തുന്നവരാണ് എന്ന് പറയുമ്പോൾ വേറൊരു സംഗതി കൂടെ മനസ്സിലാക്കണമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഭൂമിയിലെ ഒരു ഭരണാധികാരി, അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരുപാട് പ്രജകളുണ്ട്. പക്ഷെ എല്ലാവരെയും ഒരേ സമയത്ത് ശ്രദ്ധിക്കാനും അവരുടെ കാര്യങ്ങൾ പരിഗണിക്കാനും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനൊക്കെ ആ രാജാവിന്, ആ ഖലീഫക്ക് സാധിക്കോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഓരോ മഹല്ലത്തിലെയും ഇമാമുകൾ ഏർപ്പാടാക്കിയിട്ട് ആ ഇമാമുകളുടെ അടുത്തേക്ക്, ആ പള്ളിയിലേക്ക് ദിവസത്തിൽ 5 നേരം, അല്ലെങ്കിൽ ആഴ്ചയിൽ നിർബന്ധമായും ഒരു ദിവസം, അല്ലെങ്കിൽ വർഷത്തിൽ ഈദിന്റെ സമയങ്ങളിലൊക്കെ നിർബന്ധമായി പോകണമെന്ന് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ആ ഇമാമുമാർക്കും കുറെ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഒരു ഖലീഫ നാട്ടിലുള്ള ആളുകളെ മുഴുവനെ ശ്രദ്ധിക്കുകയും അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യേണ്ട ആളാണ്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഒന്നിച്ച് ഒരേ സമയത്ത് പരിഗണിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പൊ ഇവിടെ എന്താണ് സംവിധാനം? ഇവിടെ ഓരോ മഹല്ലത്തിലും പള്ളികളുണ്ട്. ആ പള്ളികളിൽ ഇമാമുകളുണ്ട്. ഇമാം എന്ന് പറഞ്ഞാൽ അവിടുത്തെ നേതാവാണ്.
അദ്ദേഹത്തിന്റെ കീഴിൽ നമസ്കരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കുന്നു, അദ്ദേഹത്തിന്റെ കീഴിൽ അവിടെ ഒരു പള്ളിയും മഹല്ലത്തുമൊക്കെ വളർന്നു വരുന്നു. ആ നിരക്കുള്ള ഒരു സംവിധാനം കൂടിയാണ് ഈ നമസ്കാരത്തിലൂടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ പ്രത്യേകം സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു അമല് തന്നെയാണ് നമസ്കാരം എന്നത്. അതുകൊണ്ട് ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോ, ഖുർആനിന്റെ ബർക്കത്തിനെ സംബന്ധിച്ച് പറയുമ്പോ, ആ ഖുർആൻ ബർക്കത്തായി ജീവിതത്തിൽ മാറുന്നത് യഥാർത്ഥത്തിൽ നമസ്കാരത്തിലും ശ്രദ്ധ പുലർത്തുന്ന ആളുകൾക്ക് മാത്രമാണ് എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലേക്കാണ് ഈ ഭാഗം കടന്നു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കുകയാണ്. ഒന്നും കൂടെ സൂചിപ്പിച്ച നേരത്തെ നമ്മൾ തുടങ്ങിയതുപോലെ ഒരു പള്ളിയിൽ നിന്ന് ഒരു മുഅദ്ദിൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് വാങ്ങി വിളിക്കുമ്പോ ആ പള്ളികളിലേക്ക് കടന്നു വരുന്ന ആളുകൾ അൽ ഗനിയുണ്ട്, ധനികനായ മനുഷ്യനുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം കടന്നു വരുന്നത് ഖബലൽ ഫക്കീർ, ഫക്കീറായി വരുന്നതിന് മുമ്പ് ആ ധനികൻ ആ പള്ളിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. വൽ ഖഫീറു മഅൽ അമീർ, സാധാരണക്കാരൻ അമീറിന്റെ കൂടെ ആ പള്ളിയിലോട്ട് ഒന്നിച്ച് ഒരേ സമയത്ത് തന്നെ കടന്നു വരുന്നുണ്ട്. അതേപോലെ അവർ അണിഞ്ഞിരിക്കുന്ന ചെരുപ്പും ആ ചെരുപ്പിലുള്ള അഴുക്കുമൊക്കെ പുറത്ത് അടിച്ചു വെച്ചുകൊണ്ടാണ് അവർ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് എല്ലാവരും വന്ന് പള്ളിയിൽ അണിയണിയായി ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു നമസ്കാരം എന്ന് പറയുന്നത്. ഇവിടെ വളരെ വലിയ ജോലിയുള്ള ഒരാള് അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ചില ആളുകളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് വലിയ ജോലിയുള്ള ഒരാള്, വലിയ ഉദ്യോഗത്തിലുള്ള ഒരാളെ നമുക്ക് കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ അദ്ദേഹത്തിന് ഒരു അപേക്ഷ കൊടുക്കും, അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു അപേക്ഷ കൊടുക്കും, ഇന്ന ആളെ കാണണം എന്ന അപേക്ഷ കൊടുക്കും. ആ അപേക്ഷ സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ആ അപേക്ഷ സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ തന്നെ നമുക്ക് അനുവാദം കിട്ടുമ്പോ അതിനു വേണ്ടിയിട്ട് മറുപടി ലഭിക്കുമ്പോൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ഉണ്ടാകും. എപ്പോഴാണ് നിങ്ങൾക്ക് കാണേണ്ടത്? എന്ത് വിഷയമാണ് നിങ്ങൾ പറയേണ്ടത്? എത്ര സമയമാണ് നിങ്ങൾക്ക് വേണ്ടത്? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് സമയം അനുവദിച്ചു തരും. ഇത്ര സമയമാണ് നിങ്ങൾക്ക് അനുവദിച്ചത്, നിങ്ങൾ പറയേണ്ട വിഷയം ഇങ്ങനൊക്കെ ആയിരിക്കണം എന്നിങ്ങനെ നമുക്ക് ഇങ്ങോട്ട് സമയം നിശ്ചയിച്ചു തരും. ആ സമയം കഴിഞ്ഞാൽ ആ അഭിമുഖ സംഭാഷണം, അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ച നമ്മൾ അവസാനിപ്പിക്കണം. എന്നിട്ട് നമ്മൾ പിരിഞ്ഞു പോരണം. ഇവിടെ സമയം ചോദിക്കേണ്ട, അപേക്ഷ കൊടുക്കേണ്ട, നേരത്തെ കൃത്യമായി അതിനുള്ള പദ്ധതിയും പ്ലാനും ഒന്നും ഉണ്ടാക്കണ്ട. പറയേണ്ട വിഷയങ്ങൾ എന്താണെന്ന് നേരത്തെ നിജപ്പെടുത്തേണ്ടതില്ല. സമയം കഴിഞ്ഞു, ഇനി നിങ്ങൾ പോയിക്കോളൂ എന്ന് നമ്മൾ ആരോടും പറയുന്നില്ല. ഇങ്ങനെ നമുക്ക് കൂടിക്കാഴ്ച നടത്താൻ സാധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് നമസ്കാരം എന്ന് നമുക്കറിയാം. അതിനാണ് ഇവിടെ ഹയ്യ അലൽ സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, നിങ്ങൾ വിജയത്തിലേക്ക് വരൂ, നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുന്നത്. റബ്ബ് നമ്മളെ വിളിക്കുക. റബ്ബുനായ ഏത് സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ അടുക്കലേക്ക് കടന്നു വരാം. എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ. നിങ്ങൾക്ക് മടുപ്പ് അനുഭവപ്പെടുകയല്ലാതെ എനിക്കൊരിക്കലും മടുപ്പ് അനുഭവപ്പെടുന്നില്ല എന്ന് റബ്ബ് നമ്മളോട് പറഞ്ഞ് ആ റബ്ബിനോട് പ്രാർത്ഥിക്കാനും പറയാനും നമസ്കരിക്കാനും അവന്റെ മുമ്പിലേക്ക് ചെല്ലാനും അവനോട് അഭിമുഖം നടത്താനും എന്റെ മുഖത്തെ റബ്ബേ ഞാൻ നിന്റെ നേരെ തിരിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഭിമുഖ സംഭാഷണം നടത്താനുള്ള ഏറ്റവും അസുലഭമായ, ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ് ഈ നമസ്കാരത്തിലൂടെ റബ്ബ് നമുക്ക് കനിഞ്ഞരുളിയിട്ടുള്ളത് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ആയത്ത് അവസാനിപ്പിക്കാണ്. ഒരുപാട് വിശദീകരണങ്ങൾ അറിയിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ളത്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്നുള്ളവർക്ക് അത് അവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആയത്തിലേക്ക് പോകുന്നു. ഇൻഷാ അല്ലാഹ് തീർക്കാൻ പറ്റുന്നിടത്തോളം തീർക്കാം. 93-ാമത്തെ ആയത്ത്.
ومن أظلم ممن افترى على الله كذبا أو قال أوحي إلي ولم يوحى إليه شيء ومن قال سأنزل مثل ما أنزل الله ولو ترى إذ الظالمون في غمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. ഇത് പറയുമ്പോൾ പിന്നെ നമുക്ക് വിശദീകരിക്കുമ്പോൾ കൂടുതൽ ഓതിപ്പോകാം. അതിനാദ്യ ഭാഗം ومن أظلم ممن افترى على الله كذبا أو قال أوحي إلي ولم يوحى إليه شيء ومن قال سأنزل مثل ما أنزل الله ومن أظلم ഏറ്റവും വലിയ അക്രമി ആരാണുള്ളത്? മിമ്മൻ ഒരാളേക്കാൾ ഇഫ്തറ അവൻ കെട്ടിച്ചമച്ച് പറയുന്നു അലല്ലാഹി അള്ളാഹുവിന്റെ പേരിൽ കദിബൻ കളവ്. അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാളുള്ളത്? പടച്ചോന്റെ പേരിൽ കള്ളം പറയാ, പടച്ചോൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയാ, കള്ളത്തരം പറയാ, ഏറ്റവും വലിയ അക്രമമാണ് ചെയ്യുന്നത്. ഔ ഖാല അല്ലെങ്കിൽ അവൻ പറയുന്നു ഊഹിയ ഇലയ്യ എനിക്ക് വഹയ്യ് നൽകപ്പെടുന്നുണ്ട്, വലം യൂഹ ഇലൈഹി ശൈഉൻ അവനൊന്നും തന്നെ വഹയ്യ് നൽകിയിട്ടില്ല. വഹയ്യ് ലഭ്യമാകാത്ത ഒരാള് എനിക്ക് വഹയ്യ് കിട്ടുന്നു എന്ന് പറയാ, അതും വലിയ അക്രമമാണ് ചെയ്യുന്നത്. വമൻ ഖാല വേറൊരാള് അവൻ പറയുന്നു സഉൻസിലു ഞാനും ഇറക്കിത്തരാം മിസ്ലമ അൻസലല്ലാഹു അള്ളാഹു ഇറക്കുന്നത് പോലെ. പടച്ചോൻ എന്തൊക്കെയാണ് ഇറക്കുന്നത് അതേപോലെ ഞാനും അവതരിപ്പിച്ചു തരാം, എനിക്കും കഴിയും ഇങ്ങനെ തരാനൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാൻ എന്ന് ആരെങ്കിലും പറയാ. അപ്പൊ ഇവിടെ ഒന്നുകിൽ പ്രവാചകനാണ് എന്ന് പറയാ, അല്ലെങ്കിൽ പ്രവാചകന് ലഭ്യമാകുന്ന വഹിയൊക്കെ അള്ളാഹുൽ നിന്ന് കിട്ടുന്ന എനിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് പ്രവാചകന് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഖുർആൻ പോലെയുള്ളതൊക്കെ കൊണ്ടുവരാൻ എനിക്കും സാധിക്കും എന്നൊക്കെ കള്ളത്തരം പറയുന്ന ഈ മനുഷ്യരെക്കാൾ വലിയ അക്രമികൾ ആരുണ്ട് എന്നാണ് ഈ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് നോക്കൂ. വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബാ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവരെക്കാൾ വലിയ അക്രമി ആരുണ്ട്? ഔ ഖാല ഊഹിയ ഇലയ്യ വലം യൂഹ ഇലൈഹി ശൈഅ തനിക്ക് യാതൊരു ബോധനവും നൽകപ്പെടാതെ എനിക്ക് ബോധനം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയോ ചെയ്തവനേക്കാളും ومن قال سأنزل مثل ما أنزل الله അള്ളാഹു അവതരിപ്പിച്ചതുപോലെയുള്ളത് ഞാനും അവതരിപ്പിക്കാമെന്ന് പറഞ്ഞവനേക്കാളും വലിയ അക്രമി ആരാണുള്ളത് എന്നാണ് ഇവിടെ ചോദിച്ചത്. അതിന്റെ രണ്ടാമത്തെ ഭാഗം وَلَوْ تَرَى إِذِ الظَّالِمُونَ فِي غَمَرَاتِ الْمَوْتِ وَالْمَلَائِكَةُ بَاسِطُو أَيْدِيهِمْ أَخْرِجُوا أَنفُسَكُمْ وَلَوْ تَرَى إِذِ الظَّالِمُونَ فِي غَمَرَاتِ الْمَوْتِ ആ അക്രമികൾ മരണവെപ്രാളത്തിലായിരിക്കുന്ന രംഗം പ്രവാചകരെ നീ കണ്ടിരുന്നുവെങ്കിൽ. ഇപ്പൊ ഇത്ര വലിയ സംഗതികളൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. എന്താ പറയുന്നത്? ഞാന് പ്രവാചകനാണ്, പ്രവാചകന് കിട്ടുന്നത് പോലെയൊക്കെ എനിക്കും കിട്ടുന്നുണ്ട്, വലിയ വലിയ കഴിവ് എനിക്കും ഉണ്ട് എന്ന് പറയുന്ന വലിയ ഖോജമാര് അവരൊക്കെ മരണപ്പെടുന്ന സമയത്ത് പ്രവാചകരെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ഗബറാത്തുൽ മൗത്ത് എന്നാണ്. സക്കറാത്തുൽ മൗത്ത് എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേരാണ് ഗമറാത്തുൽ മൗത്ത്, മരണവെപ്രാളം, മരണത്തിന്റെ സമയത്ത് ഉണ്ടാകുന്ന വല്ലാത്തൊരവസ്ഥ. അതെങ്ങാനും പ്രവാചകരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ വൽമലായികത്തു ബാസിത്തു ഐദീഹിം അഖ്രിജൂ അൻഫുസകും നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പുറത്തിറക്കുകയും എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരുടെ നേരെ തങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുക. മലക്കുകൾ ബാസിത്തു ഐദീഹിം അവരുടെ കൈകൾ നീട്ടുന്നു. എന്നിട്ട് അവർ പറയുന്നു അഖ്രിജൂ അൻഫുസകും നിങ്ങളുടെ നഫ്സിനെ ഇങ്ങോട്ട് പുറത്തേക്കെടുക്കൂ, നിങ്ങളുടെ ജീവൻ ഇങ്ങോട്ട് പുറത്തേക്കെടുക്ക്
എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള അക്രമികളായ ആളുകളെ മരിപ്പിക്കുന്ന സന്ദർഭം, ആ സമയത്ത് അവർക്കുണ്ടാകുന്ന മരണത്തിന്റെ വെപ്രാളവുമൊക്കെ പ്രവാചകരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നാണ് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്. ഈ മൂന്നാമത്തെ ഭാഗം അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ സത്യമല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ ഇന്ന് നിങ്ങൾക്ക് ഹീനമായ ശിക്ഷ നൽകപ്പെടുന്നതാണ്. ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അള്ളാഹുവിന്റെ പേരിൽ സത്യമല്ലാത്തത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് ഹീനമായ ശിക്ഷ നൽകപ്പെടുന്നതാണ്. അദാബൽ ഹൂൻ, ഹീനമായ ശിക്ഷ, നിന്ദ്യമായ ശിക്ഷ. വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ അഹങ്കരിച്ച് തള്ളിക്കളഞ്ഞിരുന്നതിന്റെ കാരണത്താലും. വകുൻതും, നിങ്ങളായിരുന്നു, അൻ ആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകളെ, തസ്തക്ബിറൂൻ, കിബറോട് കൂടിയിട്ട് തള്ളിക്കളഞ്ഞവരായിരുന്നു, അഹങ്കരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞവരായിരുന്നു. അതിന്റെ പേരിൽ ഹീനമായ ശിക്ഷ നിങ്ങൾ അനുഭവിക്കൂ എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യുന്നതാണ്. ആ പരലോകത്തിലേക്ക് മരണത്തോടുകൂടി അവരുടെ ശിക്ഷ തുടങ്ങുകയായി. അവരെ നഫ്സിനെ പുറത്തെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രഹരിച്ച് അടിച്ച് അവരുടെ ആത്മാക്കൾ പുറത്തേക്കെടുക്കുന്നു. ആ സമയത്ത് അവരോട് പറയപ്പെടുന്നു, നിങ്ങളിതാ ഇനി മുതൽ വളരെ മോശമായ ശിക്ഷയാണ് അനുഭവിക്കാൻ പോകുന്നത് എന്നവരോട് ഈ മലക്കുകൾ പറയുകയും ചെയ്യുമെന്നാണ് ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ ചെറിയ ഒരു വിശദീകരണത്തിലേക്ക് പോകുന്നു. വമൻ അദ്ലം മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ ഔ ഖാല ഉഹിയ ഇലയ്യ വലം യൂഹ ഇലൈഹി ശൈഉൻ വമൻ ഖാല സഉൻസില മിസ്ല മാ അൻസലല്ലാഹ്. മൂന്ന് കള്ളത്തരം പറയുന്ന ആളുകൾ, മൂന്ന് തരത്തിൽ കളവ് പറയുന്ന ആളുകൾ, അവർ വലിയ അക്രമികളാണ് എന്ന് പറയുന്നു. എന്തൊക്കെയാണ് അവർ പറയുന്ന കള്ളം? ഒന്ന്, പടച്ചവന്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇഫ്തിറാ, കെട്ടിച്ചമച്ച് അള്ളാഹുവിന്റെ പേരിൽ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പടച്ചവൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തത്, തനിക്ക് യാതൊരു വഹിയും ലഭിച്ചിട്ടില്ല, എന്നിട്ടും അവൻ പറയാണ് എനിക്കിങ്ങനെ വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. മൂന്നാമത്തത്, അള്ളാഹു അവതരിപ്പിച്ച പോലെയുള്ളത് എനിക്കും അവതരിപ്പിക്കാനും കൊണ്ടുവരാനും ഒക്കെ കഴിയും, ഞാൻ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. കള്ളപ്രവാചകനം ആണ് എന്ന് പറയുന്ന ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഒന്ന് രണ്ടാളുകളെ നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന ഒരാൾ. മുസൈലിമ യമാമക്കാരനായ ആളാണ്. അയാള് പറയുന്നത് എന്താ? മുഹമ്മദുൻ റസൂല് ഖുറൈശ് വഅന റസൂല് ബനി ഹനീഫ. മുഹമ്മദ് ഖുറൈശികളുടെ റസൂലാണ്, ഞാൻ ബനി ഹനീഫക്കാരുടെ റസൂലാണ് എന്നാരാ പറഞ്ഞത്? മുസൈലിമത്തുൽ കദ്ദാബ്, കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബ് പറഞ്ഞിരുന്നു. വേറെ ഒന്നുള്ളത് സജ്ജാജ് ബിൻതുൽ ഹാരിസ് ബിൻ സുവൈദ് ബിൻ അത്ഖാൻ തമീമിയ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ, സജ്ജാഹ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ എന്താ പറയുന്നത്? ജസീറത്തുൽ അറബിയയിൽ നബുവത്ത് വാദിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തിയായിരുന്നു അവരും. തലീഹത്ത് ബിൻ ഖുവൈലിദ് എന്ന് പറയുന്ന വേറൊരു വ്യക്തി ഇതേപോലെ കള്ള പ്രവാചകനായി കടന്നു വന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ അൽ അസ്വദ് ബിൻ അൻസി, സനഅയിലുള്ള അസ്വദ് ബിൻ അൻസി എന്ന് പറയുന്ന വ്യക്തികളുമൊക്കെ കള്ളപ്രവാചകന്മാരായി കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പല നിലക്കും അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു. മാത്രമല്ല, അള്ളാഹു ഇറക്കിയതുപോലെയുള്ള കാര്യങ്ങൾ ഞാനും അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഖുർആനിനെ പോലെ പല കാര്യങ്ങളും പറയുന്ന ഖുർആനിലുള്ള ആയത്തുകളെ പോലെ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അതിൽപ്പെട്ട ഒരാളാണ് അൻ-നദർ ബിൻ ഹാരിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. എനിക്കും ഖുർആൻ അറിയാം, ഖുർആനെ പോലെ പറയാനറിയാം, ഖുർആനിലുള്ള ആയത്തുകളെ പോലെ ഞാനും വേണമെങ്കിൽ ഖുർആൻ ഓതാം എന്ന് പറഞ്ഞിട്ട് അയാൾ ചില വാചകങ്ങൾ ഓതാറുണ്ടായിരുന്നു.
അതിൽപ്പെട്ട ചില വാചകങ്ങളാണ് വത്താഹിനാതി തഹ്ന വൽആജിനാതി അജ്ന വൽഖാബിസാതി ഖബ്സ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊടിയെടുത്ത് ഗോതമ്പെടുത്ത് പൊടിക്കുന്നവരാണ് സത്യം, എന്നിട്ട് അത് മാവാക്കി കുഴക്കുന്നവരാണ് സത്യം, എന്നിട്ട് അത് റൊട്ടിയാക്കി ചുടുന്നവരാണ്, അതുകൊണ്ട് റൊട്ടി ചുടുന്നവരാണ് സത്യം എന്ന് വല ആദിയാത്തി ലബ്ഹ എന്ന് പറഞ്ഞ ആ സൂത്രത്തിന് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇവർ അന്നത്തെ പണ്ഡിതന്മാർ പലരും മറുപടി ചോദിച്ചത് വസ്സാരിയാത്തി സർഅ വൽഹാരിസാത്തി ഹർസ എന്ന് അതിന്റെ മുമ്പിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചേർത്തുകൂടായിരുന്നു? കൃഷി ചെയ്യുന്നവരാണ് സത്യം, ആ കൃഷി വിളവെടുക്കുന്നവരാണ് സത്യം എന്നുകൂടെ നിങ്ങൾക്ക് അതിന്റെ മുമ്പ് ഓതിക്കൂടായിരുന്നു എന്ന് ചോദിക്കാറുണ്ട് പണ്ഡിതന്മാർ. അതേപോലെ അതിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ചേർത്തുകൂടായിരുന്നു, വൽ ആജിനാതി അജ്ന വൽ ഖാബിസാതി ഖുബ്സ എന്ന് പറഞ്ഞ ശേഷം പൊടിയെടുത്ത് കുഴക്കുന്നവരാണ് സത്യം, എന്നിട്ട് അതുകൊണ്ട് റൊട്ടി ചുടുന്നവരാണ് സത്യം എന്ന് പറഞ്ഞ ശേഷം എന്തുകൊണ്ട് വൽ ആഖിലാതി അഖില വൽ ഹാലിമാതി ഹലമ എന്ന് കൂടെ ചേർത്തുകൂടായി? അത് തിന്നുന്നവരാണ് സത്യം, തിന്നതിന് ശേഷം അത് അവരുടെ അവശിഷ്ടങ്ങളായി ഉപേക്ഷിക്കുന്നവരാണ് സത്യം എന്നുകൂടെ നിങ്ങൾക്കൊക്കെ പറഞ്ഞുകൂടായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ ചോദിച്ചത്. അപ്പൊ ഇങ്ങനെ പറയുന്ന ഈ കള്ളന്മാരായിട്ടുള്ള ആളുകളെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത് ഇവരെക്കാൾ വലിയ അക്രമം ചെയ്ത ആളുകൾ ആരാണ്. അപ്പൊ ഇങ്ങനെ പറയുന്ന ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ബർക്കത്തുള്ള ഒരു ഗ്രന്ഥം, മുൻകാലങ്ങളുടെ വേദഗ്രന്ഥങ്ങളെ അതിന് ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം, അങ്ങനെ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥം, നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നതിന് വേണ്ടി പ്രചോദനം നൽകുന്ന ഒരു വേദഗ്രന്ഥം. ആ നിലക്കൊക്കെ ഈ വേദഗ്രന്ഥത്തിന്റെ പ്രത്യേകതകൾ നമ്മളെ പഠിപ്പിച്ചിട്ട് പറയുന്നത് ചില ആളുകളൊക്കെ എന്നാൽ ഇതേപോലെയുള്ള വേദഗ്രന്ഥം കൊണ്ടുവരുന്നവരാണ് ഞങ്ങൾക്ക് അതിനൊക്കെ കഴിയും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വഹി ലഭിക്കുന്നുണ്ട്, അങ്ങനെ പടച്ചവന്റെ പേരിൽ പല നിലക്കും കള്ളത്തരം കെട്ടിച്ചമച്ച് പറയുന്ന ആളുകളെയും സമൂഹത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊക്കെ വലിയ അക്രമമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ഭാഗം ഇൻഷാ അല്ലാഹ് മരണവും മരണത്തിന്റെ വെപ്രാളവും മരണസമയത്തുണ്ടാകുന്ന ആ കാര്യങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം എന്ന് തോന്നുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഴ ഇല്ലാതെ പ്രയാസപ്പെടുന്ന നാടുകളിൽ അള്ളാഹു അവന്റെ കാരുണ്യ വർഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ബർക്കത്തും റഹ്മത്തും നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും അനുഭവിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു